ഗൈസ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നമ്മുടെ ആപ്പിൾ പേ ഉണ്ടല്ലോ, കുറെ കാലമായിട്ട് ആ സാധനം നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്തൊരു പരിപാടിയാണ്. ആപ്പിൾ പേ ആക്ച്വലി 2026 വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് മിഡിലായിട്ട് സാധനം വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ആക്ച്വലി തൽക്കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആപ്പിൾ പേ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ സാംസങ്, ഇപ്പോൾ ഞാൻ സാംസങ് വാലറ്റ് എന്ന് പറഞ്ഞ സാധനം ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് സാംസങ് വാലറ്റ്. അതേപോലത്തെ ഒരു പരിപാടിയാണ് ഈ ആപ്പിൾ പേ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ആ സാധനം ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് നമ്മുടെ ഇന്ത്യൻ കാർഡുകളോ സംഭവങ്ങളൊന്നും സപ്പോർട്ടർ അല്ല. ഇപ്പോൾ ആക്ച്വലി ആകെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്രോസ് ബോർഡർ പേയ്മെന്റ്സുകളാണ്. അതായത് നമ്മുടെ ഇപ്പോൾ തേർഡ് പാർട്ടി പേയ്മെന്റ് ഗേറ്റ് വേയിലൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ എക്സാമ്പിളായിട്ട് നമുക്ക് റേസർ പേയിലും ക്യാഷ് ഫ്രീയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ പേയ്മെന്റ് ഗേറ്റ്സ് വേ ആയിട്ട് ആപ്പിൾ പേ സപ്പോർട്ട് വരുന്നുണ്ട് ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിന് ഫ്രം ഇന്ത്യൻ മെർച്ചൻസ്. അപ്പോൾ അതല്ലാണ്ട് നമുക്ക് വേറെ ഒരു സംഭവം നമുക്ക് ഇതുവരെയായിട്ട് ആപ്പിൾ പേ എന്ന പരിപാടി ഇന്ത്യക്കാർക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഐഫോൺ യൂസേഴ്സിന് വന്നിട്ടില്ല. അപ്പോൾ അതൊരു ശോകം അവസ്ഥയാണ്, എസ്പെഷ്യലി നിങ്ങൾ ഐഫോൺ യൂസറൊക്കെ ആണെങ്കിൽ. പക്ഷെ അത് ഈ 2026 തന്നെ ഇപ്പോൾ ആക്ച്വലി ആപ്പിൾ അല്ലെങ്കിൽ ഐഫോൺ ആപ്പിൾ നമ്മുടെ ഇന്ത്യൻ റെഗുലേറ്റർ, അതായത് RBI ആയിട്ടും പല പല ബാങ്കുകളായിട്ട് ഇപ്പോൾ സംസാരം അല്ലെങ്കിൽ ഒരു എന്താ പറയുക മീറ്റിംഗ്സും സാധനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ടൈപ്പ് ആയിട്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് സർവീസ് നടത്തുന്നത് UPI ആണല്ലോ. UPI വരുന്ന NPCIയുടെ അണ്ടറിലാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്പിൾ പേക്ക് പരിപാടി ആയാലും ആപ്പിൾ പേ വരുമ്പോൾ അവർക്ക് ഈ NPCIയുടെ സർട്ടിഫിക്കേഷനും അല്ലെങ്കിൽ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ ടോക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 2026 വരുന്ന ഉറപ്പാണ്. ഓൾമോസ്റ്റ് മിഡിലായിട്ട് ലോഞ്ച് ചെയ്യുന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്ന പരിപാടികൾ. അപ്പോൾ നിങ്ങൾ ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. ശരിക്കും എന്താ വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സും കാർഡൊന്നും കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല ഈ ആപ്പിൾ പേ എന്ന് പറഞ്ഞാൽ പരിപാടി. എന്ന് വെച്ചാൽ ഞാൻ സാംസങ് വാലറ്റ് ഉപയോഗിക്കുന്ന പരിപാടിയാണ്. ഞാനിപ്പോൾ പേഴ്സിന് പരിപാടി കൊണ്ടുപോകാറേ ഇല്ല, ക്യാഷ് കൊണ്ടുപോകാറേ ഇല്ല. എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന കാർഡുകളൊക്കെ എൻ്റെ സാംസങ് വാലറ്റിൽ ആഡഡ് ആണ്. സാംസങ് വാലറ്റിൽ നമുക്ക് കാർഡ് മാത്രമല്ല എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്ത് വെക്കാം എക്സാമ്പിളായിട്ട്. പിന്നെ അതിൽ നോക്സ് സെക്യൂരിറ്റി ഉള്ളതാണ്. ഒരു നമ്മുടെ കാർഡ് നമ്പറായിട്ട് സേവ് ചെയ്യില്ല, ഒരു സെപ്പറേറ്റ് വേറെ നമ്പർ ജനറേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് സേവ് ചെയ്യുക. അതുപോലെ തന്നെ അത് ഹാക്ക് ചെയ്യാൻ കുറച്ച് പാടുമാണ്. അതായത് നോക്സ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഒരു ഹാർഡ്വെയർ ലെവൽ സെക്യൂരിറ്റി ചിപ്പ് വരുന്ന സംഭവമാണ്. പിന്നെ ഇതിൽ UPI ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ സാംസങ് വാലറ്റ് ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പേയ്മെന്റ് ചെയ്യുന്ന സംഭവം നോക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 50-50 എന്ന് വേണമെങ്കിൽ പറയാം. 50% UPI ആയിട്ടും 50% സാംസങ് വാലറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ കാർഡ് ഞാൻ കൊണ്ടുനടന്നിട്ട് കാലം കുറേ ആയിട്ടാണ്. അപ്പോൾ പറയുമ്പോൾ ഞാൻ പൂമയുടെ ഒരു നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ പേര് അത് നമ്മളെ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ആ പേഴ്സ് ആക്ച്വലി നമ്മുടെ കാർഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു. ആ സാധനം പക്ഷേ കൊണ്ടുപോകാറേ ഇല്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചത് ചെറിയൊരു കാർഡ് സംഭവമാണ്. അത് പൂമയുടെ ഒരു പേഴ്സാണ് കണ്ടു. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കിടിലൻ സാധനമാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു കൊല്ലമായി കൊണ്ടുണ്ട്. എൻ്റെ കാർഡും സംഭവമൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോകാറേ ഇല്ല. ഫുൾ സാംസങ് വാലറ്റിൻ്റെ പരിപാടി അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ UPIയുടെ പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോൺ ആപ്പിൾ പേ വരികയാണെങ്കിൽ ഐഫോൺ യൂസേഴ്സിന് ഞാൻ ചിലപ്പോൾ ആപ്പിൾ പേ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു ഐഫോൺ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ എസ്പെഷ്യലി ചിലപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് iPhone 15 ശേഷം ഞാൻ ഐഫോൺ നിർത്തിയതായിരുന്നു. അപ്പോൾ ആപ്പിൾ പേ വരികയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ iPhone 17 അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവം ആയിട്ടുണ്ട്. വില കൂടിയന്മാർ വേറെ കാലന്മാർ കൂട്ടി വരികയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് പറയാനായിട്ട് വന്നായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ വില്യൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ടാ. വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.